ഓപ്പറേഷൻ സിന്ദൂർ വലിയ വിജയമാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഔദ്യോഗികമായി അവരുടെ പത്രസമ്മേളനം ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യൻ അതിർത്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളത്. അത് സ്കാൽപ്പ് മിസൈലുകളും അതുപോലെ ഹാമർ എന്ന് പറയുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സ്കാൽപ്പ് മിസൈലിന്റെ പ്രത്യേകത, അത് വിമാനങ്ങളിൽ നിന്ന് നമുക്ക് തൊടുത്തുവിടാൻ കഴിയും. 450 കിലോ പേലോഡ് എന്ന് പറഞ്ഞാൽ 450 കിലോ സ്ഫോടക വസ്തുക്കൾ ഒരു പ്രൊജക്ഷനിൽ നമുക്ക് വിടാൻ കഴിയും. മാത്രമല്ല 300 കിലോമീറ്റർ വരെ ദൂരേക്ക് വിടാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യം, ഈ പ്രത്യാക്രമണം നടത്തി ഇന്ത്യ തകർത്ത 9 കേന്ദ്രങ്ങളും പരമാവധി 100 കിലോമീറ്റർ മാത്രമേ അതിർത്തിയിൽ നിന്ന് ദൂരമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് ഇന്ത്യൻ പോർ വിമാനത്തിൽ ഇന്ത്യക്ക് ഇത്രയുള്ള ഒരു മിസൈൽ വിട്ട് ടാർഗറ്റഡ്, അത് മാത്രമല്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ടാർഗറ്റിംഗ് ആണ്. ടാർഗറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് മാത്രമാണ് തകർക്കേണ്ടതെങ്കിൽ ആ ബിൽഡിങ്ങിനെ മാത്രം ലക്ഷ്യമാക്കി അത് വിടാൻ കഴിയും. അത്രയ്ക്ക് ആക്യുറസി ആണത്. അതാണ് ഈ ആക്രമണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ സ്കാൽപ്പും ഹാമറും ഒരുപക്ഷെ റഫായൽ വിമാനത്തിൽ നിന്നുകൊണ്ട്, റഫായിലായിരിക്കണം ഇന്ത്യ ഉപയോഗിച്ച വിമാനം, അതാണ് പറയുന്നത്, ഒരിക്കലും പാകിസ്ഥാന്റെ അതിർത്തിയിലേക്ക് കടക്കാതെ മുസഫറാബാദ് മുതൽ സിയാൽകോട്ട് വരെ 9 കേന്ദ്രങ്ങളിൽ ആ കെട്ടിടങ്ങൾ സെലക്ട് ചെയ്തത് ഇന്ത്യയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് ജെയ്ഷെ മുഹമ്മദും ലഷ്കർ തൊയ്ബയും പോലെയുള്ള TRF പോലെയുള്ള വലിയ ഭീകര സംഘടനകൾ അവരുടെ പരിശീലനം നടത്തുന്ന സ്ഥലം. അജ്മൽ കസബിന് പരിശീലനം കൊടുത്ത സ്ഥലം കൂടി അതിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതിന്റെ ചില നേതാക്കന്മാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇനി വരാനിരിക്കുന്നു. അപ്പൊ ഏറ്റവും പ്രധാനം, ഒരിക്കലും പൗരന്മാരെയോ ഈവൻ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയോ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. അതാണ് ഇതിൽ പ്രധാനം. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല. അത് കാരണം ഇന്ത്യ ഒരു യുദ്ധത്തിന് താല്പര്യപ്പെടുന്നില്ല. ഒരു യുദ്ധമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ 2001 മുതൽ നമുക്കറിയാം പാർലമെന്റ് ആക്രമണം നടന്നു. ആ പത്രസമ്മേളനത്തിൽ അവർ കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർലമെന്റ് ആക്രമണം മുതൽ പഹൽഗാം വരെ ഏതാണ്ട് 300-ലധികം ഇന്ത്യക്കാരുടെ ജീവൻ, സാധാരണ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 800-ലധികം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. മറ്റു നാശങ്ങളൊക്കെ വേറെ, സാമ്പത്തിക നാശവും മറ്റു നാശങ്ങളും. അതുപോലെ 600 ജവാന്മാർ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാശത്തിന് ഞങ്ങളിതാ നിങ്ങൾക്ക് പകരം നൽകുന്നു എന്നാണ് ഇതിൽ ഓപ്പറേഷൻ സിന്ദൂർ കൊടുക്കുന്ന സന്ദേശം. തീർച്ചയായും ഇത്തരം ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വളരെ പ്രധാനമാണ്. കാരണം അല്ലെങ്കിൽ ഇസ്രായേൽ ഇടുന്നത് പോലെ ആശുപത്രിയുടെ മുകളിലും അല്ലെങ്കിൽ മറ്റേതിന്റെ മുകളിലോ ഒക്കെ ബോംബിടാനല്ല നമ്മൾ ശ്രമിച്ചത്. ആശുപത്രിയുടെ മുകളിലോ അല്ലെങ്കിൽ സ്കൂളിന്റെ മുകളിലോ കോളേജിന്റെ മുകളിലോ ഒക്കെ കൊണ്ട് ബോംബിട്ട് കൂട്ടത്തോടെ ആളുകളെ കൊല്ലുന്ന ഒരു രീതി ഇന്ത്യക്ക് സ്വീകാര്യമല്ല. മാത്രവുമല്ല, ഒരു യുദ്ധമല്ല ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഒരു മെസ്സേജാണ് കൊടുത്തത്. ഇതൊരു തുടക്കമാണ് എന്ന് പറയുന്നു. രാഷ്ട്രീയ നേതൃത്വം ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും സൈനിക നേതൃത്വത്തെ ഏൽപ്പിച്ചു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇനി സൈന്യമാണ് ചെയ്യേണ്ടത്. അവർക്ക് ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും ഇത്തരമൊരു ഘട്ടത്തിൽ രാഷ്ട്രീയത്തിനൊക്കെ പുറത്ത് ടെക്നോളജി വളരെ പ്രധാനമാണ്. സൈന്യത്തിന്റെ സ്ട്രാറ്റജി വളരെ പ്രധാനമാണ്. അടവും തന്ത്രവും എന്നൊക്കെ നമ്മൾ പറയും. തന്ത്രം വളരെ പ്രധാനമാണ്. എന്താണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം? ആ സന്ദേശം നിങ്ങൾ ഇന്ത്യക്കകത്ത് കടന്ന്, ഇപ്പൊ പുൽവാമയും ഇപ്പോൾ പഹൽഗാമും, മുമ്പ് മുംബൈയിലെ ഒരു ഹോട്ടലും, അതിനു മുമ്പ് ഇന്ത്യയുടെ പാർലമെന്റും തന്നെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി അവിടെ പാകിസ്ഥാനിൽ പരിശീലനം കൊടുത്ത ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദം സൃഷ്ടിക്കുന്നു. അതാണ് പ്രശ്നം. ഇന്ത്യയിൽ സാധാരണ മനുഷ്യരുടെ, ഇപ്പൊ ഹോട്ടലിലായാലും പാർലമെന്റിലായാലും ഒക്കെ കൊല്ലപ്പെട്ടത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ പഹൽഗാമിൽ നമ്മൾ കണ്ടു. പാവപ്പെട്ട മനുഷ്യർ അവിടെ ടൂറിസ്റ്റായി പോയി, വെറുതെ അവിടെ ആ ദിവസം അവിടെ ഉണ്ടായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവരെ സംരക്ഷിക്കാൻ വന്ന ആളുകളെയും അന്നാട്ടുകാരായ ആളുകൾ സംരക്ഷിക്കാൻ വന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സമാധാന ജീവിതം ആവശ്യമാണ്. ഒരു ജനതയും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഒരു ജനതയും അക്രമം ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു വല്ലാതെ ഉള്ള സങ്കുചിത രാഷ്ട്രീയ മതവാദികൾ ഒഴിച്ചാൽ ബാക്കി ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. കാരണം യുദ്ധം എത്ര ജയിച്ചു എന്ന് പറഞ്ഞാലും തോറ്റു എന്ന് പറഞ്ഞാലും
സാധാരണ മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്, സമ്പത്താണ് നഷ്ടപ്പെടുന്നത്, അതിലൊക്കെ ഏറെ സമാധാനമാണ് നഷ്ടപ്പെടുന്നത്. ഒരു യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയാൽ എല്ലാവരുടെയും ഉള്ളിൽ തീയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് യുദ്ധത്തെക്കുറിച്ച് വലിയ കാര്യം സംസാരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെ ഒരു യുദ്ധമൊന്നും കണ്ടിട്ടില്ല. നമ്മൾ മാമാങ്കൊക്കെ കണ്ടിട്ടുള്ളൂ, യഥാർത്ഥ യുദ്ധം നമ്മൾ കണ്ടിട്ടില്ല. അതിർത്തിയിലുള്ള സംസ്ഥാനങ്ങളെ നോക്കൂ, നിങ്ങൾ രാജസ്ഥാനെ, പഞ്ചാബിനെ, കാശ്മീരിനെ ഏറ്റവും കൂടുതൽ അവിടെയൊക്കെ നോക്കൂ. എന്ത് ഭീതിയോടെയാണ് അതിർത്തിയിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന ടാർഗറ്റഡായ സന്ദേശം, അതിന് സൂക്ഷ്മമായ ലക്ഷ്യം വെച്ചുകൊണ്ട് 9 ഇടങ്ങളിൽ സ്ട്രൈക്ക് നടത്തുക. ഇതിൽ നിന്ന് പാകിസ്ഥാന് വേണമെങ്കിൽ മെസ്സേജ് എടുക്കാം. എന്താണ് ഇതിൽ നിന്ന് ഇന്ത്യ പറയുന്നത്? ഇന്ത്യ ലോകത്തോട് പറഞ്ഞത്, പാകിസ്ഥാനോട് പറഞ്ഞത്, ഞങ്ങൾക്ക് മനുഷ്യരെ കൊല്ലാൻ താല്പര്യമില്ല. ഭീകരവാദികളെ നമുക്ക് ഒരു പരിധിവരെ മനുഷ്യരായി കാണാൻ പറ്റില്ല. കാരണം മനുഷ്യരെ നേരിട്ട് വന്ന് തോക്കെടുത്ത് മുമ്പിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്ന ഒരാളെ ഇങ്ങനെ ഭീകരവാദി ഇങ്ങനെ പറയാൻ പറ്റുക? അത് വർഗീയതയുടെ പേരിലാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിലാണെങ്കിലും മറ്റെന്തിന്റെ പേരിലാണെങ്കിലും ഏത് മതക്കാരനെ കൊന്നാലും കൊല്ലപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനാണ്, ഒരു കുടുംബനാഥനാണ്. അയാൾക്ക് കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്. ഇന്ന് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ മകൾ പറഞ്ഞ ഒരു കമന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയുടെ നെറ്റിയിലെ സിന്ദൂരമാണ് അവർ മാച്ചുകളെ. അതിനുള്ള സിന്ദൂര മറുപടിയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ. ആ കുട്ടിയുടെ ഉള്ളിൽ എന്തെല്ലാം വേദന ഉണ്ടാവും നമുക്ക് ആലോചിച്ചാൽ അറിയാം. കാരണം ഒരു സൈന്യത്തിൽ പോയ ആളല്ല. സൈന്യത്തിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മരണം അവർക്ക് അപ്രതീക്ഷിതമല്ല. ഒരു പക്ഷേ സൈന്യം കൊല്ലപ്പെടുന്നതും അയാൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയുന്നില്ല. പക്ഷെ അതിന് തീരുമാനിച്ചാണ് പോകുന്നത്. ഇതല്ല. കാശ്മീർ കാണാൻ പോയ ഒരു പാവം മനുഷ്യൻ, കുടുംബം, അവരുടെ മുമ്പിൽ വെച്ചാണ് വെടിവെക്കുന്നത്. അപ്പോ അതുകൊണ്ട് അതിനുള്ള മറുപടി ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് രാജ്യം ഒറ്റക്കെട്ടായി ഈ സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ എന്താണ് ഈ നടപടിക്ക് ഒപ്പം നിൽക്കുന്നത്. ഒരുപക്ഷെ രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ട്, സർക്കാരിന്റെ നയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം, സർക്കാരിന്റെ രീതികൾ ഇതുവരെ ചെയ്തതിൽ ചിലപ്പോൾ പിഴവുകൾ ഉണ്ടോ എന്ന് പറയാം. പക്ഷെ അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമല്ല. അതൊക്കെ പറയേണ്ടത് ഇതിനു ശേഷം നമുക്ക് പറയാം. കാരണം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഒരു രാഷ്ട്രീയ മറുപടിയാണ്. ഇതൊരു യുദ്ധ മറുപടി മാത്രമല്ല, രാഷ്ട്രീയ മറുപടിയാണ്. അതുകൊണ്ട് ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ പാകിസ്ഥാൻ ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കുമോ എന്നതാണ് ചോദ്യം. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രചരണങ്ങൾ വരുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു നിയന്ത്രണമില്ല, ആർക്കും എന്തും പ്രചരിപ്പിക്കാം. അവര് അവകാശപ്പെടും. അതിപ്പോൾ ഏത് രാജ്യവും അവിടുത്തെ ജനങ്ങളോട് ഒരു സംഘർഷം ഉണ്ടായാൽ ആ രാജ്യം അവിടുത്തെ ജനങ്ങളോട് പറയുക ഞങ്ങൾ ജയിച്ചിരിക്കുന്നു, മറ്റവർ തോറ്റിരിക്കുന്നു എന്നാണ്. അത് പറഞ്ഞോട്ടെ, നമ്മുടെ ഏതോ റാഫേൽ വിമാനം അടക്കാൻ ചെന്ന് മേടിച്ചിട്ടുന്നോ ഒക്കെ അവർ പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, കാരണം നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യൻ അതിർത്തി ക്രോസ് ചെയ്ത് ചെറിയ ചെറിയ ഷെല്ലാക്രമണങ്ങൾ, ബോംബാക്രമണങ്ങൾ അല്ലെങ്കിൽ വെടിവയ്പ്പുകൾ ഒക്കെ പാകിസ്ഥാൻ നടത്തി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് പാകിസ്ഥാൻ അങ്ങനെ ചെയ്തിട്ട് കൊല്ലപ്പെട്ടത് 3 സാധാരണ മനുഷ്യരാണ്. ഇന്ന് ഒരു ചിത്രം TV ചാനലിൽ, ഏതോ ഒരു ഇന്റർനാഷണൽ ചാനലിന്റെ അടുത്ത് കാണിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ ഒരു പോത്ത് വെടികൊണ്ട് ചത്തുകിടന്നു, അതിന്റെ മേത്ത് ഒരു വലിയ ഹോള്. പോത്ത് എന്ത് കുഴപ്പമാണ് പാകിസ്ഥാൻകാർക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോത്തോ എരുമയൊന്നും എനിക്കറിയില്ല, ഒരു മൃഗമാണ് ചത്തുകിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്രമണം നടത്തിയാൽ സാധാരണ മനുഷ്യർ കൊല്ലപ്പെടും, മൃഗങ്ങൾ കൊല്ലപ്പെടും. മാത്രമല്ല, ഇപ്പൊ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം കാശ്മീരിൽ നമുക്ക് കാശ്മീരിന്റെ 370മായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ കാശ്മീരിൽ ജനങ്ങൾ ഒരു പരിധിവരെ സമാധാനപരമായി ജീവിച്ചു തുടങ്ങിയ ഒരു കാലമാണ്. 2 കോടിയിൽ കൂടുതൽ ആളുകളാണ് കഴിഞ്ഞ വർഷം കാശ്മീരിൽ ടൂറിസ്റ്റുകളായി പോയത്. ഈ വർഷവും അത് തുടങ്ങി വെച്ചിരിക്കുക. ഇനിയിപ്പോൾ എന്തുണ്ടാവും എന്നറിയില്ല. കാരണം കാശ്മീരിലെ ടൂറിസ്റ്റുകളെ നമ്മൾ അനുവദിക്കാൻ പറ്റില്ല, അവരുടെ ജീവൻ അപകടത്തിലാണ്, ആളുകൾക്ക് പേടിയുണ്ടാവും. അതുകൊണ്ട് കാശ്മീരിന്റെ സാധാരണ മനുഷ്യരുടെ ജീവിതം, അവരുടെ സമ്പദ്ഘടന, അവരുടെ നിലനിൽപ്പ് ഒക്കെ തന്നെ ഭീഷണിയായിരുന്നു ഈ പഹൽഗാം. അതിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറണം എന്നതാണ് ഈ സന്ദേശം. അതിനുള്ള സാങ്കേതിക വിദ്യയാണ് നമ്മൾ ഉപയോഗിച്ചത്.